ഗർഭാശയത്തിൻ്റെ അകത്ത് കുഞ്ഞു വന്ന് പറ്റിപ്പിടിക്കേണ്ട ഒരു നേർത്ത പാളിയാണ് എൻഡോമെട്രിയം. വിത്ത് മുളയ്ക്കാൻ നല്ല മണ്ണ് വേണം എന്ന് പറയുന്നത് പോലെ ഭ്രൂണം വളരണമെന്നുണ്ടെങ്കിൽ ആരോഗ്യമുള്ളൊരു എൻഡോമെട്രിയം വേണം. മാസമുറയുടെ ആദ്യ ദിവസങ്ങളിൽ ഈ പാളി വളരെ നേർത്തതായിരിക്കും. എന്നാൽ ഈസ്ട്രോജൻ ഹോർമോണിന്റെ പ്രഭയിലാണ് ആവരണം കട്ടിപിടിക്കുന്നത്. ഏകദേശം 7 മുതൽ 12 മില്ലിമീറ്റർ വരെയുള്ള ഗർഭാശയ പാളിയാണ് ഏറ്റവും പ്രഗ്നൻസിക്ക് അനുയോജ്യമായിട്ടുള്ള പാളി. എന്നാൽ ഇതൊരു കർശന നിയമമല്ല. ചിലപ്പോൾ കട്ടി കുറഞ്ഞ പാളിയിലും ഗർഭധാരണം ലഭിക്കാറുണ്ട്, പക്ഷെ സാധ്യത കുറവായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം എന്തുകൊണ്ട് കട്ടി കുറയുന്നു. ഗർഭപാത്രത്തിലെ അണുബാധ ഒരു പ്രധാന കാരണമാണ്. നമ്മൾ നേരത്തെ നടത്തിയ സർജറിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ വരാം. ഹോർമോൺ വ്യതിയാനവും മൂലം ഇങ്ങനെ വരാം. ഇതിന്റെ ഫലമായി ഭിത്തികൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കാം. ഇതിനെയാണ് നമ്മൾ ആഷർമാൻ സിൻഡ്രോം എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ ലക്ഷണം? പലപ്പോഴും ലക്ഷണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. ചിലർക്ക് ആർത്തവ സമയത്ത് പോകുന്ന രക്തത്തിന്റെ അളവ് കുറവായിരിക്കും. വന്ധ്യതയുടെ കാരണം കണ്ടുപിടിക്കുകയും ചെയ്യുന്ന അൾട്രാസൗണ്ട് പരിശോധനയിലാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഇതിന് ചികിത്സയുണ്ട്, തീർച്ചയായിട്ടും. കാരണം കണ്ടുപിടിക്കുകയാണ് ആദ്യ നടപടി. ഈസ്ട്രോജൻ ചികിത്സ, ഗർഭാശയത്തിനുള്ളിലെ ഒട്ടിപ്പിടികൾ മാറ്റുന്ന ഹിസ്റ്റോസ്കോപ്പിക് ശസ്ത്രക്രിയ, അണുബാധയുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ചികിത്സ, രക്തപ്രവാഹം കൂട്ടാനുള്ള മരുന്നുകൾ സഹായകരമാണ്. IVF ചെയ്യുന്നവർക്ക് ഈ ആവരണം പ്രാധാന്യമുള്ളതാണോ? IVF-ൽ നമ്മൾ ഭ്രൂണം വയ്ക്കുന്നതിന് മുമ്പ് ഈ ഗർഭാശയ പാളിയെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിക്കും. പാളി നേർത്തതാണെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ മാറ്റിവെച്ച് കട്ടി കൂടാനും രക്തോട്ടം കൂടാനും നമ്മൾ ശ്രമിക്കും. തിൻ എൻഡോമെട്രിയം എന്നത് ജീവിതകാലം മുഴുവൻ കട്ടി ഉണ്ടാകുകയില്ല എന്നല്ല. ഇത് നമ്മൾ ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളെ മാത്രം ആസ്പദമാക്കി മുമ്പോട്ട് പോകരുത്. ഒരു ഫെർട്ടിലിറ്റി ഡോക്ടറെ കണ്ട് ചികിത്സ തേടുക. ഗർഭധാരണത്തിന്റെ സാധ്യത നിയന്ത്രിക്കുന്ന ആവരണത്തിന്റെ കട്ടി മാത്രമല്ല, അതിന്റെ ട്രിപ്പിൾ ലൈൻ പാറ്റേൺ, ആ ഭാഗത്തേക്കുള്ള രക്തോട്ടവും പ്രാധാന്യമുള്ളതാണ്. ഭ്രൂണത്തിന്റെ ആരോഗ്യം, ഇമ്മ്യൂൺ പ്രവർത്തനത്തിന്റെ ക്ഷമത, ആ കാര്യങ്ങളും ഇംപ്ലാന്റേഷനിൽ പ്രാധാന്യമുള്ളതാണ്.